Hi children, myself is with a new lesson for the 7th standard students, unit 12, article. You know what is article? Articles are a, and the. These articles we divide to two. A and an are indefinite article and the is the definite article. We can pronounce the and the, both we can use. The pronunciation is the and the. How can we use a and the before a noun or noun phrase? So we have to learn some functions of a and the before we use it. The first one is, it is placed at the beginning of a noun or noun phrase beginning with a consonant. ഒരു നൗണിൻ്റെയോ നൗൺ ഫ്രേസിൻ്റെയോ തൊട്ട് മുന്നേ നമ്മൾക്ക് എ ഉപയോഗിച്ച് തുടങ്ങാം. അതുമല്ലെങ്കിൽ ഒരു കൺസണൻറ്റ് ലെറ്ററിന് തൊട്ട് മുന്നേ. എക്സാമ്പിൾ, എ ബോയ്, എ ടോൾ ബോയ്. എ യൂറോപ്യൻ, എ പ്രൈഡ് ഓഫ് ലൈൻ. അപ്പോൾ നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു നാമത്തിൻ്റെയോ നാമത്തിന് തൊട്ട് മുന്നെയോ, അതല്ലെങ്കിൽ ഒരു കൺസോണൻറ്റ് ശബ്ദം തരുന്ന ഏതെങ്കിലും ഒരു വാക്ക് ലെറ്ററിന് മുന്നെയോ നമ്മൾക്ക് എന്തുപയോഗിക്കാം? എ ഉപയോഗിക്കാം. The second function is, it is used with a singular countable noun or noun phrase. അടുത്തത്, സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ നൗണിനോ നൗൺ ഫ്രേസിനോ തൊട്ട് മുന്നേ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം, എണ്ണാൻ പറ്റുന്നതായിരിക്കണം, ഓർ നൗൺ ഫ്രേസ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ആയിരിക്കണം. ഉദാഹരണം, എ ബിസ്ക്കറ്റ്, എ യങ് മാൻ. അപ്പോൾ കൗണ്ടബിൾ ആയിട്ടുള്ള വസ്തുക്കളുടെയോ സാധനത്തിൻ്റെയോ ഒക്കെ മുന്നേ നമ്മൾക്ക് എ ഉപയോഗിക്കാം. ഒരു കൺസോണന്റ് ശബ്ദം തരുന്ന വാക്കിന് മുന്നേ നമ്മൾക്ക് എ ഉപയോഗിക്കാം. ഒരു നാമത്തിനോ നാമത്തിൻ്റെ പദസമുച്ചയത്തിന് മുന്നെയോ നമ്മൾക്ക് എ ഉപയോഗിക്കാം. ഇനി അടുത്തത്, വി കനോട്ട് യൂസ് എ ബിഫോർ അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ ആയിട്ടുള്ള നാമത്തിൻ്റെ കൂടെ നമുക്കൊരിക്കലും എ ഉപയോഗിക്കാൻ പറ്റില്ല. We use a or an plus countable noun plus of plus uncountable noun. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ അൺകൗണ്ടബിൾ, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വസ്തുക്കൾക്ക് തൊട്ട് മുന്നേ നമ്മൾക്ക് എ ചേർക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഉപയോഗിക്കാം എ ഓർ ആൻ, നമ്മൾക്ക് അത്തരം അൺകൗണ്ടബിൾ ആയിട്ടുള്ള നാമത്തിന് തൊട്ട് മുന്നേ ഉപയോഗിക്കാം. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം? എ ഓർ ആൻ പ്ലസ് കൗണ്ടബിൾ നൗൺ പ്ലസ് ഓഫ് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ. മനസ്സിലായില്ല? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇവിടെ ഈ സെൻറ്റൻസിൽ വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. എന്തുമാത്രം വാട്ടർ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമില്ല, അൺകൗണ്ടബിൾ ആണ്. ഓയിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എ അല്ലെങ്കിൽ ആൻ എഴുതി അതിനുശേഷം കൗണ്ടബിൾ നൗൺ എഴുതണം. ഇവിടെ കൗണ്ടബിൾ നൗൺ ഏതാണ്? ഗ്ലാസ്. അപ്പോൾ ഇവിടെ ഐ വോണ്ട് കഴിഞ്ഞിട്ട് എ വന്നു, അതിനുശേഷം കൗണ്ടബിൾ നൗൺ ഗ്ലാസ് വന്നു, അതിനുശേഷം ഓഫ് വന്നു, അതിനുശേഷം അൺകൗണ്ടബിൾ നൗൺ വന്നു. അതേതാ? വാട്ടർ. അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ എയും ആനും ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തത്, an, an,
ആനിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ നൗൺ ഓർ നൗൺ ഫ്രേസ് ഓർ ബിഗിനിങ് വിത്ത് എ വോവൽ സൗണ്ട്. ഒരു നാമത്തിൻ്റെയോ നാമപദ സമുച്ചയത്തിനോ തൊട്ട് മുന്നെയോ നമ്മൾക്ക് എന്തുപയോഗിക്കാം? ആൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു വവ്വൽ സൗണ്ട് തരുന്ന ഏതെങ്കിലും ഒരു ലെറ്ററിന് തൊട്ട് മുന്നെയോ നമ്മൾക്ക് ആൻ ഉപയോഗിക്കാം. അപ്പോൾ ഒരു വവ്വൽ സൗണ്ട് ഉണ്ടാകണം, സ്വരാക്ഷരം, ഒരു സ്വരം തരുന്ന ഒരു ശബ്ദത്തെ പ്രതിദാനം ചെയ്ത ലെറ്റർ ആയിരിക്കണം അത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആൻ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അൻ ആർട്ടിസ്റ്റ് എക്സാമ്പിളാണ്. അൻ ആർട്ടിസ്റ്റ്, അൻ അവർ, അൻ അമ്യൂസിങ് സ്റ്റോറി, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു, ദ ലെറ്റേഴ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. ഒരു വവൽ ശബ്ദം തരുന്ന ലെറ്റേഴ്സിന് തൊട്ട് മുന്നേ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? ആൻ ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഷീ ഈസ് ആൻ MA ഇൻ ഇംഗ്ലീഷ്. ഇവിടെ MA എന്ന് പറയുന്ന വാക്ക് എം അത് കൺസണന്റ് ലെറ്ററാണ്, പക്ഷേ അതിൻ്റെ ശബ്ദം വവൽ സൗണ്ടാണ് തരുന്നത്. ഷീ ഈസ് ആൻ എം എന്നാ MA. അപ്പോൾ വവൽ സൗണ്ട് തരുന്ന വാക്കിന് തൊട്ട് മുന്നേ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ആൻ. അപ്പോൾ ഈ ഉദാഹരണത്തിൽ പറഞ്ഞ ഷീ ഈസ് ആൻ MA ഇൻ ഇംഗ്ലീഷ്. ഷീ ഈസ് എ MA ഇൻ ഇംഗ്ലീഷ് എന്ന് പറയില്ല. കാരണം എം എന്ന വാക്ക് അത് തരുന്നത്, പ്രതിദാനം ചെയ്യുന്ന സൗണ്ട് വവൽ സൗണ്ടാണ്. അപ്പം അതുകൊണ്ട് അതിനു മുന്നേ നമ്മൾക്ക് ആനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു ഉദാഹരണം നോക്കുക. യു മസ്റ്റ് ആഡ് ആൻ എൽ ഹിയർ. എന്താണ്? നിങ്ങൾ ഇവിടെ ഒരു എൽ ചേർക്കണം. യു മസ്റ്റ് ആഡ് ആൻ എൽ ഹിയർ. എൽ എന്നുള്ള വാക്ക് എന്താണ്? എ എന്ന ശബ്ദത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ എ എന്നുള്ള ആ ശബ്ദം അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ ആ ലെറ്ററിന് അല്ല. എൽ എന്ന ലെറ്റർ അത് കൺസണൻ്റ് ആണ്. ആ കൺസണൻറ്റിനല്ല നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുക, മറിച്ച് ആ വവ്വൽ ശബ്ദത്തിനാണ്. അപ്പോൾ നമ്മൾക്ക് വവ്വൽ ശബ്ദം തരുന്ന ഏതൊരു വാക്കിൻ്റെയും ഏതൊരു ലെറ്ററിൻ്റെയും തൊട്ട് മുന്നേ നമ്മൾക്ക് എന്ത് ചേർക്കാം? ആൻ ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കാനേ ഉള്ളൂ. എ എന്നത് എല്ലാ കൺസണൻ്റ് ശബ്ദത്തിൻ്റെ മുന്നേയും നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ മലയാളത്തിൽ ക ഖ ഗ ഘ ങ ഛ ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ഭ ഫ മ യ ര ല വ ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ വാക്കുകളുടെ ശ്രേണിക്ക് തൊട്ട് മുന്നേയും നമ്മൾക്ക് എന്ത് ചേർക്കാം? എ ചേർക്കാം. ഇനി ആൻ ആണെങ്കിലോ, ആൻ ചേർക്കുന്നത് എല്ലാ സ്വരാക്ഷരങ്ങളുടെയും മുന്നേ. മലയാളത്തിൽ പറഞ്ഞാൽ അ ആ ഇ ഈ ഉ ഊ എ ഏ ഐ ഒ ഓ ഔ അം അ ഈ ശബ്ദം തരുന്ന എല്ലാ വാക്കുകളുടെയും തൊട്ട് മുന്നേ ആൻ ചേർക്കാം. ഇതാണ് എയും ആനും ഉപയോഗിക്കുവാൻ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ എയും ആനും എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ദ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. എ എന്ന് പറയുന്ന ആ ലെറ്റർ ഒരു നാമത്തിൻ്റെയോ നാമത്തിൻ്റെ പദസമുച്ചയങ്ങളുടെ മുന്നെയോ ചേർക്കാം, അല്ലെങ്കിൽ ഒരു കൺസണൻ്റ് ലെറ്ററിന് തൊട്ട് മുന്നേ ചേർക്കാം. അതുപോലെ തന്നെ സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെയോ നൗൺ ഫ്രേസിൻ്റെയോ കൂടെ നമുക്ക് ചേർക്കാം. പിന്നെന്താ പഠിച്ചത്? അൺകൗണ്ടബിൾ ആയിട്ടുള്ള വസ്തുക്കൾക്കോ സാധനങ്ങൾക്കോ തൊട്ട് മുന്നേ നമുക്ക് എ ചേർക്കാൻ പറ്റില്ല. അത് ചേർക്കണമെങ്കിൽ നമ്മളൊരു നിയമം മനസ്സിലാക്കേണ്ടതുണ്ട്. എ അല്ലെങ്കിൽ ആൻ പ്ലസ് കൗണ്ടബിൾ നൗൺ പ്ലസ് ഓഫ് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ. ഇതാണ് എൻ്റെ രീതി. അപ്പോൾ ഇതാണ് എ ആൻഡ് ആൻ. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്ന ആ ആർട്ടിക്കിളിനെ കുറിച്ചാണ്. അതൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദ ഈസ് used at the beginning of a noun or noun phrase to refer to a person, thing or event that has been mentioned once. എന്ന് വെച്ചാൽ ഒരിക്കൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോ ഒരു സാധനത്തിനോ ഒരു സംഭവത്തിനെയോ റെഫർ ചെയ്യുവാൻ വേണ്ടിയിട്ട്
നാമത്തിൻ്റെയോ നാമത്തിൻ്റെ പദസമുച്ചയങ്ങൾക്കോ തൊട്ടു മുന്നേ നമ്മൾക്ക് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാം. എന്താ പറഞ്ഞത്? ദ ഈസ് യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ നൗൺ ഓർ നൗൺ ഫ്രേസ് ടു റെഫർ ടു എ പേഴ്സൺ ഓർ തിങ് ഓർ ആൻ ഇവന്റ് that has been mentioned once. ഒരിക്കൽ മെൻഷൻ ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തുപയോഗിക്കാം? ദ ഉപയോഗിക്കാം. അത് നൗൺ ഫ്രേസിനോ അല്ലെങ്കിൽ നൗണിനോ തൊട്ടുമുന്നേ അത് തുടങ്ങുന്ന അടുത്ത് നമ്മൾക്ക് ചേർക്കാമെന്നാണ് പഠിച്ചത്. എക്സാമ്പിൾ: വൺസ് upon a time there was king. The king was well known for his kindness. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൺസ് upon a time there was a king. അവിടെ കിങ് ഉണ്ടായിരുന്നു, അല്ലേ? ആ കിങ് എങ്ങനെയുള്ളതാണ്? The king was well known for his kindness. ഇവിടെ കിങ് എങ്ങനെയുള്ള ആളാണ്? കിങ് വാസ് വെൽ നോൺ ഫോർ ഹിസ് കൈൻഡ്നസ്. തൻ്റെ കൈൻഡ്നസ്സിന് പേര് കേട്ട ഒരാളായിരുന്നു കിങ്. അപ്പോൾ ഇവിടെ ഒരിക്കൽ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ആരെ? ഒരു വ്യക്തിയെ. അതാരാണ്? കിങ് ആണ്. ആ കിങ്ങിനെ ഒന്നുകൂടെ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ദ കിങ് എന്നാണ് ഉപയോഗിച്ചത്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു തിങ്സ് വിച്ച് ആർ യൂണിക്, ദാറ്റ് ഈസ് തിങ്സ് ഓഫ് വിച്ച് there is only one in the planet. അല്ല, വളരെ യൂണിക് ആയിട്ടുള്ള സാധനങ്ങളെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദ ഉപയോഗിക്കാം. അത് ചിലപ്പോൾ ഒരു സാധനമായിരിക്കാം, പ്ലാനറ്റിലെ ഈ ഗ്രഹത്തിലെ ഏക സാധനമായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. അപ്പോൾ എങ്ങനെയുള്ളതാണ്? ആ സാധനം യൂണിക് ആയിരിക്കണം, മറ്റൊന്നുമായിട്ട് സാദൃശ്യപ്പെടുത്തുവാൻ പറ്റാത്ത തരത്തിലുള്ളതായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾക്ക് ദ എന്ന ആ ആർട്ടിക്കിൾ ചേർക്കാം. എക്സാമ്പിൾ നോക്കാം. ദ പ്ലാനറ്റ്, ദ വിന്ധ്യാസ്, ദ സ്കൈ, ദ നർമ്മദ, ദ ബൈബിൾ, ദ ഖുറാൻ, ദ ഭഗവത്ഗീത. അപ്പോൾ ഇതൊക്കെ യൂണിക് ആയിട്ടുള്ള ഒന്നാണ്. വിന്ധ്യ, ഹിമാചല, വിന്ധ്യ പർവ്വത ശൃംഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ആകാശത്തെക്കുറിച്ച് പറയുന്നു, നർമ്മദയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതെല്ലാം യൂണിക്കായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ ആയിരിക്കും, സ്ഥലങ്ങളോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ദ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ എ കൗണ്ടബിൾ നൗൺ വെൻ വി വിഷ് ടു റെഫർ ടു ദ ഓൾഡ് സിസ്റ്റം. അല്ലേ? ഒരു കൗണ്ടബിൾ നൗണിൻ്റെ ശൃംഖലയിൽ, ഒരു കൗണ്ടബിൾ നൗണിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമുക്ക്, ഒരു സിസ്റ്റത്തിൽ വരുന്ന കൗണ്ടബിൾ നൗണിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമുക്ക് എന്തുപയോഗിക്കാം? ദ ഉപയോഗിക്കാം. ഹു ഇൻവെൻറ്റഡ് ദ കമ്പ്യൂട്ടർ? എന്താ പറയുന്നത്? ഹു ഇൻവെൻറ്റഡ് ദ കമ്പ്യൂട്ടർ. ഇപ്പോൾ ഒരു കൗണ്ടബിൾ നൗണാണ്, അത് ഒരു ഓൾ സിസ്റ്റം, റെഫർ ടു ദ ഓൾ സിസ്റ്റം, ഒരു സിസ്റ്റത്തിനെ മുഴുവനുമായിട്ട് റെഫർ ചെയ്യുമ്പോൾ അതിനെ പ്രതിപാദിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ദ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സുവോളജിസ്റ്റ് സ്റ്റഡി ദ ആനിമൽ കിങ്ഡം. അല്ലേ? ഒരു ഓൾ സിസ്റ്റമാണ് ആനിമൽ കിങ്ഡം. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് എടുത്തു കാണിക്കുവാൻ വേണ്ടിയിട്ട് അതിനെ ഡെഫിനിറ്റ് ആയിട്ട് പറയുകയാണ്, ദ ആനിമൽ കിങ്ഡം. ഇപ്പോൾ സുവോളജിസ്റ്റ് സ്റ്റഡി ദ ആനിമൽ കിങ്ഡം. ദ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കൗണ്ടബിൾ നൗണിൻ്റെ തൊട്ട് മുന്നെയാണ്. അതന്നെയല്ല, അതൊരു ഓൾ സിസ്റ്റം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ നാഷണാലിറ്റീസ്. നാഷണാലിറ്റീസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. ദ ബ്രിട്ടീഷ് ലവ് ടീ, ദ ഈജിപ്ഷ്യൻസ് ആർ പ്രൗഡ് ഓഫ് ദെയർ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുന്നതാണ്. ദ ഈജിപ്ഷ്യൻസ്, ദ ബ്രിട്ടീഷ്, ദ അമേരിക്കൻ, ദ ഇന്ത്യൻ. അതിന് അതുപോലെ തന്നെ നമ്മൾക്ക് ദ എന്ന് പറയുന്ന ആ ആർട്ടിക്കിൾ ഉപയോഗിക്കുവാൻ പറ്റുന്ന ഇടങ്ങളൊക്കെയാണ് റീജിയൻസ്, ഓഷ്യൻസ്, ന്യൂസ് പേപ്പേഴ്സ്, സൂപ്പർലേറ്റീവ് കൺസ്ട്രക്ഷൻ, then musical instruments, place, holy things. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് അഡ്ജക്റ്റീവ്സ് ദാറ്റ് സ്റ്റാൻഡ് ഫോർ
എ നൗൺ. അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് എന്താ ഒരു നൗണായിട്ട് നിലനിൽക്കുന്ന ഒരു അഡ്ജക്റ്റീവിന് മുന്നേക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ്? ദ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അതൊരു നാമത്തിനെയോ നാമപദങ്ങൾക്ക് മുന്നെയോ ഉപയോഗിക്കാം. അത് തുടങ്ങിക്കൊണ്ടാണ് എഴുതുന്നത്. അതുപോലെ തന്നെ അത് ഒരിക്കൽ മെൻഷൻ ചെയ്ത വ്യക്തികളെയോ സാധനങ്ങളെയോ അല്ലെങ്കിൽ സംഭവങ്ങളെയോ കുറിച്ച് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ യൂണിക്കായിട്ടുള്ള സാധനങ്ങൾക്ക് അതിനെ പ്രതിപാദിച്ച് അതിനെ റെഫർ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു പൊതു സിസ്റ്റത്തിൻ്റെ കൂടെ ഉള്ള ഒരു കൗണ്ടബിൾ നൗൺ, മൊത്തത്തിലുള്ള ഒരു സിസ്റ്റത്തിന് കൂടെ നിൽക്കുന്ന കൗണ്ടബിളായിട്ടുള്ള നൗൺ ആണെങ്കിൽ അതിനു മുന്നേ നമുക്ക് ഉപയോഗിക്കാം. നാഷണാലിറ്റീസ്, പ്ലേസ് അതിനു മുന്നേ ഉപയോഗിക്കാം. അതുപോലെ തന്നെ റീജിയൻസ്, ഓഷ്യൻസ്, ന്യൂസ് പേപ്പേഴ്സ്, സൂപ്പർലേറ്റീവ് കൺസ്ട്രക്ഷൻസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, നാമങ്ങളായിട്ട് നിലനിൽക്കുന്ന അഡ്ജക്റ്റീവ്സ്, ഇതിനൊക്കെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ. ആർട്ടിക്കിളിനെ കുറിച്ച് മറന്നു പോകാതിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സസൈസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ദ ഒക്കെ നമുക്ക് എപ്പോഴും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ എയും ആനും ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. എ ഉപയോഗിക്കുന്നത് കൺസണൻറ്റ് ലെറ്റേഴ്സിൻ്റെ കൂടെയും ആൻ ഉപയോഗിക്കേണ്ടത് വൗവൽ ശബ്ദം തരുന്ന വാക്കിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലെറ്ററിൻ്റെ കൂടെയോ ആയിരിക്കണം. അതിൻ്റെ മുന്നേ ആയിരിക്കണം ചേർക്കേണ്ടത്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. കൺസണൻറ്റ് ലെറ്റേഴ്സ് എന്തൊക്കെയാണ്? ക, ഖ, ഗ, ഘ, ങ തുടങ്ങുന്നതും അതുപോലെ തന്നെ നമ്മൾ വൗവൽ സൗണ്ട് തരുന്നത് നമ്മുടെ ആൽഫബറ്റ്സ് അതേതൊക്കെയാണ്? അ, ആ, ഇ, ഈ, ഉ എന്ന ശബ്ദം തരുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ ലെറ്ററുകൾക്ക് തൊട്ട് മുന്നേയുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ് വരേക്കും നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അതുവരേക്കും നന്ദി, നമസ്കാരം.